ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ സാധാരണ നമ്മളെ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ അവിടെയുള്ള ബീച്ചാണ് എല്ലാവർക്കും ഓർമ്മ വരിക. ചില ആളുകൾ കോഴിക്കോടുള്ള പുറത്തുള്ള ആളുകൾക്കും ആ സ്ഥലം തന്നെ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. പക്ഷേ നേരെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ മുതലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ തന്നെ അതിൻ്റെ തൊട്ട് കുറച്ചേ ഉള്ളൂ, 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മുതലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ബീച്ച് കാണാം. ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടാവും, ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുഡുകൾ കിട്ടും നല്ല. അതായത് ഏത് സ്ഥലത്തെ ഫുഡുകളോ, അതായത് തലശ്ശേരി കണ്ണൂർ ബിരിയാണി, കണ്ണൂർ കടികൾ ഐറ്റംസുകൾ, പോരാത്തതിന് പായസങ്ങൾ, ബോളി വരെ കിട്ടുന്ന ഏരിയയാണ് ഈ ഏരിയ. അതുകൊണ്ട് വൈകുന്നേര സമയത്ത് ഒരുവിധ ആളുകളെല്ലാം ഈ ഏരിയകളിലും ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഈ കല്ലുകൾ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കുറേ ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം വന്ന് ഇരുന്ന് വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടും ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ഈ ഏരിയയിലേക്ക്. നല്ല ഫുഡ് കഴിക്കണമെങ്കിലും എല്ലാ ഐറ്റം ഫുഡ് കിട്ടണമെങ്കിലും ഉള്ള ഒരു ഏരിയയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു നീന്തൽക്കുളമുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. പക്ഷേ ഇപ്പോൾ അലൗഡ് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ ഈ പകലിലൊക്കെ ആളുകൾ വന്ന് നീന്തി കുളിക്കാനും ആ കുളത്തിലേക്ക് വരുമായിരുന്നു. ഇപ്പം അതിൽ അലൗഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ ഏകദേശം അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ വന്നിട്ടാണ്. മഴ വന്നപ്പോൾ ആളുകളെല്ലാം ഓടിത്തുടങ്ങി. അപ്പോൾ മഴ വന്നപ്പോൾ ആളുകളെല്ലാം ഓടി ഓരോ കടയിലേക്കെല്ലാം കയറി ഇരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ്, പ്രതീക്ഷിക്കാതെയാണ് മഴ വന്നത്. അത് ആളുകളെല്ലാം ഓടി അവിടെയും ഇവിടെയെല്ലാം കയറി ഒളിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്ക് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന സമയം നോക്കിയിട്ടാണ് വന്നത്. അപ്പോഴേക്ക് ഏകദേശം സമയമായിരുന്നു, മഗ്‌രിബ് കൊടുക്കാനായി. അപ്പം ആളുകളൊക്കെ ഏകദേശം അണഞ്ഞു. മഴ കാരണം ബീച്ചിലെ ആളുകളെല്ലാം പോയി. ഞാൻ പറഞ്ഞത് ഈ കല്ലുകളാട്ടോ. ഈ കല്ലിൻ്റെ മുകളിലെല്ലാം ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബോളി പായസം, ഈ സാധനം ഇവിടെ കിട്ടും. ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. അപ്പം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ബാക്കിയുള്ളത് പിന്നെ കാണാം. ഓക്കെ, ബായ്.